ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് ഒരു ലിവർ ഫ്രൈ ഉണ്ടാക്കാവേ. ഇത് 1/2 കിലോ ലിവർ അരിഞ്ഞ് വെച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ലിവർ ഒരു 3-4 പ്രാവശ്യം എങ്കിലും വാഷ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ആ ബ്ലഡിൻ്റെ ഇതൊക്കെ മാറി കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു സ്വല്പം വിനീഗർ ഒഴിച്ച് വെച്ചിട്ട് വാഷ് ചെയ്താൽ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഇതൊരു 1/2 കിലോ ഉണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഒരു സവോള, കുറച്ച് ചുവന്നുള്ളി, പിന്നെ ഒരു 6-7 വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുക, നല്ലൊരു പീസ് ഇഞ്ചി അതും ചതച്ച് വെച്ചേക്കുവാണേ. പിന്നെ 2 പച്ചമുളക്. ഇത് നീളമുള്ള വലിയ പച്ചമുളക് കേട്ടോ, അതുകൊണ്ട് അത് ഒത്തിരി കൂടുതൽ തോന്നുന്നത്. നല്ല എരിവുള്ള പച്ചമുളക്, അത് 2 എണ്ണം. പിന്നെ വേണ്ടുന്നത് പൊടികളാണ്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിതിനകത്ത് ചില്ലി പൗഡർ ഇടത്തില്ലേ. ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം ഇത്രയും എടുത്തു. പിന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് വെന്തെല്ലാം കഴിയുമ്പോൾ കുറച്ചുകൂടെ കുരുമുളക് പൊടി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കും, എന്നാലേ ആവശ്യത്തിന് എരിവ് കിട്ടത്തുള്ളൂ. ഇനി എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാവേ. നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് അതിലേക്ക് സവോള, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകണ്ട കേട്ടോ, ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. നമ്മളിവിടെ ലിവർ പെപ്പർ ഫ്രൈ ഉണ്ടാക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ചില്ലി പൗഡറൊന്നും ഇതിനകത്ത് ചേർക്കാത്തത്. ഇനി നമുക്കിതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയും കൂടെ ഒരു പച്ച മണം ഒന്ന് മാറിക്കിട്ടണേ. പൊടികൾ ചേർത്ത് കഴിയുമ്പോൾ സിമ്മിലേക്ക് മാറ്റിക്കണം ഫ്ലെയിം. ആ കുരുമുളകിൻ്റെയും മല്ലിയുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിനായിട്ടാണ് നമ്മൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് സമയം വഴറ്റുകയൊന്നും വേണ്ട, 1-2 മിനിറ്റ് ഒന്ന് വഴറ്റുമ്പം അതിൻ്റെ ഒരു നല്ലൊരു മണം നമുക്ക് വരും. ഇനി നമുക്കിതിലേക്ക് ലിവർ ഇട്ട് കൊടുക്കാം. ഈ കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് വെള്ളം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ബാക്കി കാണും, അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങ് എടുക്കുന്നത്. അപ്പം ബാക്കി വരുന്ന വെള്ളം നമുക്കങ്ങ് കളയാം. ഇതിനകത്തുനിന്ന് വരുന്ന വെള്ളമല്ലേ. ഇനി ഇത് ഫ്ലെയിം ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുക്കണം. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒരു 2 മിനിറ്റ് ഇതൊന്ന് വഴന്ന് വരണേ. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കണേ. ലിവർ ഫ്രൈ ഒക്കെ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഡിഷാണ് കേട്ടോ. ഇത് ബ്ലഡൊക്കെ കുറവുള്ളവർക്കൊക്കെ ഇതിടയ്ക്ക് മേടിച്ച് ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നവർക്കൊക്കെ ഈ ലിവർ ഫ്രൈ ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ്. നമ്മൾ ഈ മട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ ലിവർ മേടിച്ച് തന്നിട്ട് ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കാറില്ലേ. നല്ല പോലെ ആ ബ്ലഡൊക്കെ വരാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം, ഇത് വേകാനായിട്ട് കുറച്ച് വെള്ളം വേണമല്ലോ. ഒരുപാട് നമ്മുടെ ഇറച്ചിയുടെ അത്രയും വേവൊന്നും ഇതിനില്ല കേട്ടോ, ലിവർ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം. ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചാൽ മതിയേ, ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ. അതിനുശേഷം നമ്മൾ കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം, ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയാൽ മതി. പിന്നെ തിളയ്ക്കുന്നിടം വരെ ഹൈ ഫ്ലെയിം. ഇതൊരു വലിയൊരു കപ്പിൽ 1 കപ്പ് വെള്ളം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാത്ത ഒരു സാധനമുണ്ട്, ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഒരിക്കലും കൂടരുത് കേട്ടോ, കുറച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ നമുക്ക് അന്നേരം അതിനകത്ത് ആഡ് ചെയ്താൽ മതി. അത് കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണേ. ഈ ഓരോ കമ്പനിയുടെ ഉപ്പിനും ഓരോ വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും പറ്റുന്നത്, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഉപ്പ് മേടിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറൊരു കമ്പനിയുടെ ഉപ്പ് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകും. ഉപ്പിന് ചിലത് ഉപ്പങ്ങ് കൂടുതൽ ഉപ്പൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു കമ്പനിയുടെ തന്നെ ഉപ്പ് മേടിച്ചാൽ നല്ലതായിരിക്കും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. ബീഫിൻ്റെ ഒന്നും അത്രയും വേവില്ല കേട്ടോ ഇതിന്. അപ്പം നമ്മൾ
കുക്കറിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കുക്കർ വെച്ചാൽ ഒരു വിസിൽ മാക്സിമം മതി, അന്നേരത്തേന് അത് വെന്ത് കിട്ടും. നമ്മൾ ചിക്കൻ്റെ ഒക്കെ ആണെങ്കിൽ ലിവർ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് വേവത്തില്ലേ. നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് നമ്മൾ ചിക്കൻ ലിവർ ഇടത്തില്ല. ഒരു പകുതി വേവ് കഴിയുമ്പോഴേ നമ്മൾ ലിവർ എടുത്തുള്ളൂ. പെട്ടെന്ന് അല്ലെങ്കിൽ വെന്തങ്ങ് വല്ലാതായി പോവേ. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പം ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് തിളച്ച് കഴിഞ്ഞില്ലേ, ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതിയേ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് വെള്ളം അങ്ങ് വറ്റിപ്പോവും, കരൾ വേവുകയില്ല. നമ്മൾ ഈ ലിവർ ഇവിടെ വെച്ചിട്ട് ഒരു 10 മിനിറ്റായേ. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ലിവറിൽ നിന്നും കൂടെ കുറച്ച് വെള്ളം ഇറങ്ങുവേ, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം കാണുന്നത്. നമ്മൾ 1 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ഇറച്ചി ഐറ്റംസിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്ക് ഇച്ചിരി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണേ. 10 മിനിറ്റ് ആയില്ലേ, അപ്പോൾ ഇനി കുറച്ച് നേരം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിത് ഇവിടെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ ആയേ. മൊത്തത്തിൽ ഒരു 20 മിനിറ്റ് ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം കണ്ടോ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഈ മസാലകളെല്ലാം കൂടെ ചേർത്തിട്ട് കുക്കറിനകത്ത് വെച്ച് ഒരു വിസിലടിച്ചാൽ മതി. ഈ കുക്കറിൽ വെച്ച് ഒരു വിസിലടിക്കുമ്പോഴും കുറച്ച് വെള്ളം ഇങ്ങനെ വരും കേട്ടോ. അത് പിന്നെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്തിപ്പം ഇതാ കണ്ടോ, ലിവറിൽ നിന്ന് കുറച്ച് വെള്ളം വരുമല്ലോ, അതും നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച്. എനിക്ക് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. കുറച്ച് ആ മസാലയിലൊക്കെ കിടന്ന് നല്ല പോലെ അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നന്നായിട്ടിപ്പം കുക്കായിട്ടുണ്ട് കേട്ടോ. ലിവർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമല്ലേ, അല്ലാതെ മറ്റേ മീറ്റ് ഐറ്റം പോലല്ല. അപ്പോൾ സോഫ്റ്റ് ആയത് കാരണം ഒരുപാട് കുക്കിംഗ് ടൈം വേണ്ടി വരത്തില്ല. ഒരു 20 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണേ. അപ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത് ഇതിനകത്ത്. ഈ ബീഫ് ഐറ്റത്തിനകത്തെല്ലാം ഇതുപോലെ അവസാന ഭാഗം കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണേ. ഇനി ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു 3-4 മിനിറ്റ് നമുക്ക് ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, നല്ല മണമാണ്. പെരുംജീരകപ്പൊടി എല്ലാം കൂടെ ആഡ് ചെയ്ത് ആ വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം കൂടെ അങ്ങോട്ട് ചേർന്ന് കഴിയുമ്പോഴുണ്ടല്ലോ നല്ലൊരു നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്ന ആ ഒരു കൊതി വരുമല്ലോ, അതുപോലത്തെ ഒരു മണമാണേ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷായത്. അതിനകത്ത് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കത്തില്ലേ, കുരുമുളകും ആ പച്ചമുളകിൻ്റെയും ടേസ്റ്റേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ അവസാനം ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എടുത്ത് നിൽക്കും. ലിവർ പെപ്പർ ഫ്രൈ അല്ലേ, അപ്പം നമുക്ക് ഇതിൻ്റെ മെയിനായിട്ട് വേണ്ടത് ആ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ്. 1 ടീസ്പൂൺ കൂടെ നമ്മൾ അവസാനം ചേർത്ത് കൊടുത്തത്. ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് അങ്ങനെ കിടന്ന് ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇതൊരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ ഇട്ടേക്കണം. ഇടയ്ക്കൊന്ന് തിരിച്ച് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്താൽ മതി. ഇങ്ങനെ നന്നായിട്ടിത് ഇതുപോലെ ഒന്നാക്കി വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇടയ്ക്ക് ഇളക്കിയാൽ മതി. നല്ല രസവും അല്ലെങ്കിൽ പുളിശ്ശേരി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കൂടെ ലിവർ ഫ്രൈ വളരെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് കുറേശ്ശെ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിത് കുറച്ച് കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അത് കുറച്ച് പീസ് വീതം എടുത്തൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കറികൾക്ക് നല്ലൊരു കോമ്പിനേഷനിൽ ഇങ്ങനെ പോകും. ഇപ്പം ലിവർ ഫ്രൈ ആണേലും അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ആണേലും എല്ലാം നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാം. ഇതിപ്പം ഞാനിവിടെ 1/2 കിലോ എടുത്തിട്ടുള്ളൂ. നമുക്കിപ്പോൾ 1 കിലോയോ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ എണ്ണ ഒഴിക്കുന്നതിന് മുമ്പുള്ള ഭാഗമില്ലേ, ആ സമയം ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചെടുത്തങ്ങ് തണുത്ത് കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം അല്ലേ, അതിൻ്റെ പിറ്റേ ദിവസം എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ജോലി ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. എല്ലാ ദിവസവും നമ്മളങ്ങ് കുക്ക് ചെയ്യുമ്പോൾ നമുക്കങ്ങ് ഒരു മടുപ്പ് തോന്നത്തില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് മൂത്ത്
നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ, നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇത്രയും മതി. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഹെൽത്തിന് വളരെ നല്ലതാണ് ലിവർ കേട്ടോ. ബ്ലഡൊക്കെ കുറവുള്ളവർക്ക് വളരെ ഉപകാരമുള്ള ഒരു ഡിഷാണിത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ രസം, പുളിശ്ശേരി, അതിൻ്റെയൊക്കെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനിൽ ഇതങ്ങ് പൊക്കോളും. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ ഒരുപാട് താല്പര്യമുണ്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.